തിരുവനന്തപുരത്ത് ഭാര്യയെ ഭർത്താവ് തലക്കടിച്ച ശേഷം മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു. നാവായിക്കുളം സ്വദേശി ബിനുവാണ് ഭാര്യ മുനീശ്വരിയോട് കൊടും ക്രൂരത കാട്ടിയത്. സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞ ബിനുവിനായി കല്ലമ്പലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങൾ MS വീണ നൽകി. വീണ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് ഭാര്യയെ ഭർത്താവ് തലക്കടിച്ച ശേഷം മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു എന്നൊരു സംഭവം. നാവായിക്കുളം സ്വദേശി ബിനുവാണ് ഭാര്യ മുനീശ്വരിയോട് ഈ ക്രൂരത കാട്ടിയത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഒരു ക്രൂരകൃത്യം നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം നാവായിക്കുളത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഭാര്യയെ ഭർത്താവ് ആദ്യം തലക്കടിക്കുകയും ശേഷം ഭാര്യയുടെ ശരീരത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കുകയും ചെയ്തു. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ ഭാര്യയായ 40-കാരി മുനീശ്വരിക്ക് ശരീരമാസകലം പൊള്ളലേൽക്കുകയും ചെയ്തു. കൈപ്പത്തുകോണം ലക്ഷ്മി നിവാസിൽ ബിനുവാണ് ഭാര്യയോട് ക്രൂരത കാട്ടിയത്. ഈ ക്രൂരതയിൽ തുടർന്ന് നാട്ടുകാർ, അതായത് പരിസരവാസികൾ കാണുകയും തുടർന്ന് ഈ ഒരു ബഹളം കേട്ടതിനെ തുടർന്ന് അയൽവാസികളുടെ സഹായത്തിലാണ് ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ ഭർത്താവായ ബിനുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം കല്ലമ്പലം പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. ബിനുവിനായിട്ടുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്തിയെന്നും കല്ലമ്പലം പോലീസ് അറിയിച്ചു. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ പിന്നിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അമൽ, തിരുവനന്തപുരത്ത് ഭാര്യയെ ഭർത്താവ് തലക്കടിച്ച ശേഷം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്ന വാർത്തയാണല്ലോ വരുന്നത്. നാവായിക്കുളം സ്വദേശി ബിനുവാണ് ഭാര്യ മുനീശ്വരിയോട് ക്രൂരത കാട്ടിയത്. സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞ ബിനുവിനായി കല്ലമ്പലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരം നൽകുകയായിരുന്നു MS വീണ.